എമ്പുരാൻ സിനിമ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ഈ ജനാധിപത്യം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ഓപ്പണായിട്ട് പറയാം, നമുക്ക് എന്തും എക്സ്പ്രസ് ചെയ്യാം, നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് സെൻസർ ബോർഡിന് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമ പ്രദർശനത്തിന് എത്തുമ്പോൾ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് പറയുകയാണ്, ഇതിൽ ഇത്ര രംഗങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. ഇത് ജനാധിപത്യമാണോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു നേരം പോക്കിന് സ്ക്രിപ്റ്റ് എഴുതുന്ന ആളല്ല മുരളി ഗോപി. അയാൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. അയാൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് ചുറ്റും നടക്കുന്ന, നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ പൊളിറ്റിക്കൽ കാര്യങ്ങളും ഈ സിനിമയിൽ വളരെ സത്യസന്ധമായിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഒരു പ്രത്യേക ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു മുന്നണിയെ മാത്രം വിമർശിച്ചുകൊണ്ടല്ല ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് 3 മുന്നണികളെയും ഇതിൽ വിമർശിക്കുന്നുണ്ട്. ഒരു സിനിമയെ സത്യത്തിൽ എങ്ങനെയാണ് സെൻസർ ചെയ്യേണ്ടത്? 18 വയസ്സിന് താഴെയുള്ളവർ കാണണോ വേണ്ടയോ? ആ രീതിയിലാണ് നമ്മൾ എല്ലാ സിനിമകളെയും സാധാരണ സെൻസർ ചെയ്യാറ്. ഗോത്ര കലാപം എന്ന് പറയുന്ന ഒരു ചരിത്ര സംഭവത്തെ സിനിമയിൽ ഉൾപ്പെടുത്തി ഇവിടെ വലിയൊരു ബിസിനസ് ആണ് നടക്കുന്നതെന്ന് ഒരുപാട് ആളുകൾ സിനിമയെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു ബിസിനസ്സാണ്. അതിൽ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നങ്ങനെ നിയമമൊന്നുമില്ല. ഇവിടെ നമ്മൾ ശരിക്കും പൃഥ്വിരാജ് ചെയ്ത ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ മുരളി ഗോപി കാണിച്ച ആ ഒരു ധൈര്യം, ആ ഒരു കറേജ്, അതിനെയും നമ്മൾ അഭിനന്ദിക്കണം. കാരണം സന്ദേശം പോലൊരു സിനിമ ഇറങ്ങിയ ഒരു സംസ്ഥാനമാണ് നമ്മളെ കേരളം. ഇപ്പം സത്യനന്ദിക്കാടൻ അതുപോലൊരു സിനിമ എടുക്കാൻ അദ്ദേഹത്തിന് ഒരു ധൈര്യമില്ല എന്ന് പല അഭിമുഖങ്ങളിലും അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു കണ്ടീഷനിലാണ് മുരളി ഗോപിയെ പോലൊരു സ്ക്രിപ്റ്റ് റൈറ്ററും പൃഥ്വിരാജിനെ പോലൊരു ഡയറക്ടറും ഇതുപോലൊരു റിസ്ക് എടുത്തിരിക്കുന്നത്. അവർ കാണിച്ച ആ ധൈര്യത്തിനെയും അവർ യൂസ് ചെയ്ത ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും നമ്മൾ അഭിനന്ദിക്കുകയാണ് സത്യത്തിൽ വേണ്ടത്. അപ്പം മുരളി ഗോപി എന്ന് പറയുന്ന റൈറ്റർ ജനപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന സിനിമകളിലെ ചില ഡയലോഗുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. നമസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ സംഗി എന്ന് വിളിക്കും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ സുഡാപ്പി എന്ന് വിളിക്കും. ഇനി ലാൽ സലാം എന്നാണ് പറഞ്ഞു തുടങ്ങുന്നതെങ്കിൽ കമ്മി എന്ന് വിളിക്കും. ഇതെല്ലാം നമ്മൾ സാധാരണ ആളുകൾ എന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ സോഷ്യൽ റെലവൻസ് ഉള്ള ഒരു കാര്യത്തെ പറ്റി നമ്മുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ, ഒരു അഭിപ്രായം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും അതിനൊരു എതിരഭിപ്രായം ഉണ്ടാവും, അല്ലേ? ഒരുപാട് പേര് അതിന് എഗൻസ്റ്റ് ആയിട്ടും അതിനെ അനുകൂലിച്ചൊക്കെ കമന്റ് ചെയ്യും. ഇതിൽ കുറെ പേര് നമ്മളെ പല പല കാറ്റഗറിയിലേക്ക് മുദ്ര കുത്തും. അത് റിലീജിയസ് വൈസ് ആവാം, പാർട്ടി വൈസ് ആവാം. 3 പാർട്ടിയെ ഒരുപോലെയാണ് സിനിമയിൽ വിമർശിച്ചിരിക്കുന്നത്. പിണറായി വിജയനെ നല്ല രീതിയിൽ സിനിമയിൽ വിമർശിച്ചിട്ടുണ്ട്. ഒരു തിരുവാതിര കളിയുടെ സീനുണ്ട്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, ഒരു തിരുവാതിര കളി ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം എക്സ്പെൻസ് വരുമെന്ന്. കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടൊവിനോയുടെ ക്യാരക്ടറിനെയും ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് സിനിമയിൽ ഉടനീളം കാണിച്ചിരിക്കുന്നത്. കുറെ BJP നേതാക്കൾ സിനിമ കാണാതെ വന്നിരുന്ന് സിനിമയെക്കുറിച്ച് വിമർശിക്കുന്നുണ്ട്. അവരെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സബർമതി എക്സ്പ്രസിൽ ഉണ്ടായ തീപിടുത്തം, ആ ഒരു സംഭവത്തിൽ നിന്നാണ് ഈ കലാപം ഉണ്ടായത്. നിങ്ങൾ എന്തുകൊണ്ട് ഈ സബർമതി എക്സ്പ്രസിലെ തീപിടുത്തം ഈ സിനിമയിൽ എവിടെയും ചർച്ച ചെയ്തില്ല എന്ന്? എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വ്യക്തമായിട്ട് ആ സിനിമ കാണുക. ആ സിനിമ ആരംഭിക്കുമ്പോൾ വളരെ ഈസ്തെറ്റിക് ആയിട്ട് മോഹൻലാലിന്റെ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നു, സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നു. പിന്നീട് സിനിമയുടെ ടൈറ്റിൽ കാണിക്കുമ്പോൾ തന്നെ ട്രെയിനിലുണ്ടായ തീപിടുത്തമാണ് അവിടെ കാണിക്കുന്നത്. അതിൽ നിന്നാണ് ഈ സിനിമ ആരംഭിക്കുന്നത് തന്നെ. അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഉപയോഗപ്പെടുത്തി വളരെ സത്യസന്ധമായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഞാനിത് തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയത്. എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി തന്നെ ഈ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.